മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെലുത്തുന്നതെന്ന്. ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിലുള്ള പരാമർശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. SITയുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തി. ഇനിയും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉത്തരവാദികളായ നിരവധി നേതാക്കന്മാർ CPMന്റെ ഉണ്ട്. അവരെയെല്ലാം SIT ചോദ്യം ചെയ്യുമെന്നും അവരെല്ലാം നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ UDF യോഗം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ശ്രീ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസ്, ശ്രീമതി CK ജാനു നയിക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി, ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള കാമരാജ് കോൺഗ്രസ്, ഈ 3 കക്ഷികളെ UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ ഇന്നത്തെ UDF ഏകോപന സമിതി യോഗം തീരുമാനിച്ചു. അതിൽ CK ജാനുവിൻ്റെയും വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെയും പാർട്ടികൾ ഇപ്പോൾ നിലവിൽ NDAയുടെ ഘടകകക്ഷികളാണ്. അവർ NDA വിട്ട് UDFൽ ചേരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവരത് രേഖാമൂലം അഭ്യർത്ഥിക്കുകയും ചെയ്തത് UDF യോഗം ചർച്ച ചെയ്തിട്ടാണ് ഈ 3 പാർട്ടികളെയും UDFന്റെ അസോസിയേറ്റ് അംഗങ്ങളാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. UDFലെ ഘടകകക്ഷികൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉടൻ ആരംഭിക്കും. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി അതാത് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം എന്നാണ് UDF യോഗം തീരുമാനിച്ചിട്ടുള്ളത്. ഫെബ്രുവരി ആദ്യവാരം മുതൽ UDFന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജാഥ നടത്താനും ഇന്നത്തെ ഏകോപന സമിതി യോഗം ആ തീരുമാനം എടുത്തിട്ടുണ്ട്. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ CPMുമായോ BJPയുമായോ ഒരു തരത്തിലും ഒരു പ്രാദേശിക സർക്കാരുകൾ ഉണ്ടാക്കാനും ഒരു ഉടമ്പടിയും പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കീഴ്ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. UDFലെ ഏകോപന സമിതി യോഗത്തിൻ്റെ തീരുമാനമാണ്. CPMുമായും BJPയുമായും ഒരു തരത്തിലുള്ള ധാരണയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഒരു സ്ഥലത്തും പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇത്രയും തീരുമാനങ്ങളാണ് UDFന്റെ യോഗം എടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് അവസാന സമയം ഈ തോൽവിയിൽ നിന്ന് പാഠം പഠിക്കാതെ അസഹിഷ്ണുതയോടുകൂടിയാണ് CPM പെരുമാറുന്നത്. വ്യാപകമായ സംഘർഷങ്ങൾ അയച്ചുവിടുകയാണ്. നമുക്കറിയാം, ധർമ്മടത്ത്, പയ്യന്നൂരിൽ, പാനൂരിൽ, ഇന്നലെ പെരിന്തൽമണ്ണയിൽ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും തോൽവിയെ തുടർന്നുള്ള അസഹിഷ്ണുതയുടെ ഭാഗമായി അക്രമം അയച്ചുവിടുകയാണ്. ആയുധം താഴെ വയ്ക്കണം എന്നാണ് UDFന് CPM ക്രിമിനലുകളോട് പറയാനുള്ളത്. അവരോട് ആയുധം താഴെ വയ്ക്കാൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി കൂടി അവരോട് പറയണം. കർശനമായ നടപടികൾ അക്രമകാരികൾക്കെതിരായി എടുക്കണം. ബോംബും കൈവാളും കരിങ്കല്ലുമായിട്ടാണ് ഈ തോൽവിയെ മറികടക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നത്. അത് ഇതിനേക്കാൾ വലിയ തോൽവിയിലേക്ക് അവരെ കൊണ്ടുപോകും. കേരളം ഈ അക്രമ രാഷ്ട്രീയം തിരിച്ചറിയും എന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ കൊടുക്കാനുള്ളത്. ഇനി 4.25 കൊല്ലക്കാലം ജനക്ഷേമ പരിപാടികളെക്കുറിച്ച് വിസ്മരിച്ച ഈ ഗവൺമെൻറ് ഈ അവസാന സമയം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പല പദ്ധതികളുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതിന് സഹകരണ സംഘങ്ങളിൽ നിന്ന് 10,000 കോടി രൂപയുടെ വായ്പ എടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല, ഇക്കോണമിയുടെ നട്ടല്ല. അതായത് കറൻസിയുടെ ഇടപാടുകൾ നടക്കുന്നത്, വിനിമയം നടക്കുന്നത്, സർക്കുലർ ഇക്കോണമിയുടെ ഭാഗമായി ഏറ്റവും കൂടുതൽ പണം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട സ്ഥാപനമാണ് കോപ്പറേറ്റീവ് ബാങ്കുകൾ. പല ഗ്രാമങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് ഈ സഹകരണ സംഘങ്ങൾ. LDFന്റെ തെറ്റായ നയം മൂലം, കൊള്ള മൂലം പല സഹകരണ സംഘങ്ങളും കേരളത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. വലിയ തോതിലുള്ള വിഡ്രോവലാണ്, തുക പിൻവലിക്കലാണ് പല സംഘങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ 10,000 കോടി രൂപ ബലമായി സംഘങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കേരളത്തിലെ സഹകരണ
സംഘങ്ങളെ ഇല്ലാതാക്കുകയും ആ മേഖലയെ തകർക്കുകയും അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യുമെന്നുള്ള ഉത്കണ്ഠ കൂടി UDF യോഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്.